ശശികല ടീച്ചർ ചേരുന്നുണ്ട്. ടീച്ചർ, അയ്യപ്പ ഭക്തരെയും ഹൈന്ദവ സംഘടനകളെയും ഇങ്ങനെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് സർക്കാർ തയ്യാറെടുക്കുന്നത്. നാളെ സ്വാഗത സംഘ രൂപീകരണം പമ്പയിൽ നടക്കാൻ പോകുകയാണ്. നമുക്ക് ലഭ്യമായ വിവരമനുസരിച്ച് ഒരൊറ്റ ഹൈന്ദവ സംഘടനാ പ്രതിനിധികളെ പോലും ഈ സ്വാഗത സംഘ രൂപീകരണത്തിലേക്ക് വിളിച്ചിട്ടില്ല. സർക്കാരിന്റെ ഉദ്ദേശത്തെ എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? സർക്കാരിന്റെ ഉദ്ദേശശുദ്ധി നമുക്ക് ആദ്യം എങ്ങനെയൊന്ന് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ബോധ്യമായിട്ടുണ്ട്. കാരണം ശബരിമലയിൽ ആചാരം ലംഘിക്കാനും അതിലൂടെ ഇവിടുത്തെ അയ്യപ്പ ഭക്തരെ കണ്ണീരിലാഴ്ത്താനും അവരെ കള്ളക്കേസ് കൊടുക്കാനും അവരെ ശാരീരികമായി ബുദ്ധിമുട്ടിക്കാനും ഒക്കെ മുന്നിട്ടിറങ്ങിയ ഒരു സർക്കാർ അയ്യപ്പ ഭക്ത സംഗമം നല്ല താല്പര്യത്തോടു കൂടി വിളിക്കില്ല എന്നറിയാൻ അന്നം തിന്നുന്നവരാണല്ലോ മലയാളികൾ. അവർക്ക് എല്ലാവർക്കും അത് ബോധ്യമായിട്ടുണ്ട്. നല്ല ഉദ്ദേശത്തോടു കൂടി വിളിക്കില്ല എന്നുള്ളത്. ഇത് ഒരു അജണ്ടയാണ്. കാരണം തമിഴ്നാട്ടില് സർക്കാരിന്റെ ആഭിമുഖ്യത്തില് ഒരു പഴനിയിൽ വെച്ചൊരു മുരുകഭക്ത സംഗമം, അപ്പൊ അത് DMK സർക്കാരിന്റെ ഒരു ഇതാണ്. അപ്പൊ ഇവിടെ ഇത് നടക്കുന്നു. അപ്പൊ ഇത് നമ്മള് കട്ടിംഗ് സൗത്ത് എന്നും സനാതന ധർമ്മത്തെ ഇല്ലാതാക്കുമെന്നൊക്കെ പ്രതിജ്ഞ ചെയ്തവർ അവരെന്തൊക്കെയോ ഉള്ളിൽ കരുതി തന്നെയാണ് ഇതൊക്കെ നടക്കുന്നത്. തമിഴ്നാടിനത് തോൽപ്പിക്കാൻ കഴിഞ്ഞു. കാരണം അതിനപ്പുറത്ത് ഹൈന്ദവ സംഘടനകൾ അതിനേക്കാൾ എത്രയോ വലിയ, ശരിക്കും പറഞ്ഞാൽ ഇത് കടലിലെ തെരയാണെങ്കിൽ സുനാമിയേക്കാൾ ശക്തമായിട്ടുള്ള മുരുകഭക്ത സംഗമം അവിടെ നടത്തി. അതിനോട് പരാജയപ്പെട്ടു എന്ന് തന്നെ പറയാം. അപ്പോൾ അത് അത്തരമൊരു നീക്കം തന്നെയാണ് കേരളത്തിൽ നടക്കുന്നത്. ഇതിന് പിന്നില് ദുരുദ്ദേശം നമ്മളൊക്കെ ചിന്തിക്കുന്ന ഒരു ഭയക്കുന്ന ദുരുദ്ദേശത്തിന്റെ പിന്നിൽ ഉണ്ടെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ഈ ശബരിമല കേസുകളൊക്കെ ഇപ്പോഴും സുപ്രീം കോടതി കിടക്കുകയാണ്. അത് ശബരിമലയിലെ ആചാര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കേസുകൾ ഇപ്പോഴും സുപ്രീം കോടതി കിടക്കുകയാണ്. ഒന്നും തീരുമാനമായിട്ടില്ല. അപ്പൊ ഈ സമയത്ത് ഞങ്ങളാണ് ഭക്തരുടെ പ്രതിനിധികൾ എന്ന് പറഞ്ഞ് ഒരിക്കൽ ഇപ്പോഴും കൊടുത്ത സത്യവാങ്മൂലം പിൻവലിച്ചില്ല. ഇപ്പൊ ഭക്തരുടെ ആത്മാർത്ഥത നിങ്ങൾ ചെയ്യേണ്ടത് അതാണല്ലോ. അത് ചെയ്തിട്ടില്ല. അയ്യപ്പ ഭക്തരുടെ മേൽ ചാർത്തിയ കള്ളക്കേസുകൾ ഒന്നുപോലും പിൻവലിച്ചിട്ടില്ല. അവർ ഒരു തരത്തിലും ആ ബുദ്ധിമുട്ടുകളിൽ നിന്ന് പിൻവാങ്ങാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ നല്ല ഉദ്ദേശത്തോടു കൂടിയല്ല. അപ്പൊ ഇങ്ങനെ സുപ്രീം കോടതിയിൽ കേസ് നടക്കുമ്പോൾ ഞങ്ങളാണ് അയ്യപ്പ ഭക്തരുടെ പ്രതിനിധികൾ എന്ന് പറഞ്ഞു പുതിയൊരു അയ്യപ്പ ഭക്ത സംഘടന രൂപീകരിക്കാനോ അതിന്റെ പേരിൽ സുപ്രീം കോടതിയിൽ ഹാജരാക്കാനോ, അല്ലെങ്കിൽ ഇപ്പോ കേരളത്തിൽ ഉയർന്ന ഹൈന്ദവ വികാരം അതൊരു പക്ഷേ സുപ്രീം കോടതിയിലൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടാവാം. ആ കാലത്ത് ഇവിടുത്തെ പ്രതിഷേധങ്ങളും ബഹളങ്ങളും ഒക്കെ എന്താണ് ഇതിന്റെ വസ്തുത എന്നുള്ളത്. അപ്പൊ തിരിച്ച് അതല്ല ഇവിടുത്തെ അയ്യപ്പ ഭക്തരുടെ ആവശ്യം, അതല്ല എന്ന് പറഞ്ഞ് ഇതേപോലെ യുവതികളെ കൊണ്ടുവരാനും ആചാരം ലംഘിക്കാനും ശബരിമലയിലെ ആചാരങ്ങളെ മൊത്തം പൊളിച്ചെഴുതാനുമാണ് അവര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഉറപ്പാണ്. കാരണം ഈ രാമായണ മാസക്കാലത്ത് തുഞ്ചത്തെഴുത്തച്ഛന്റെ പേരുള്ള സർവകലാശാലയിൽ ചെന്ന് ശ്രീരാമചന്ദ്രനെ അപഹസിക്കാൻ നിൽക്കുന്ന പ്രസ്ഥാനങ്ങള് അവർക്ക് അയ്യപ്പനോട് മാത്രമായിട്ട് ഒരു ഭക്തി തോന്നില്ല. മാത്രമല്ല ഇത്രയും ബുദ്ധിമുട്ടുകൾ ചെയ്തവർക്ക് അയ്യപ്പനോട് മാത്രമായിട്ട് ഒരു ഭക്തി തോന്നില്ല. അപ്പൊ ഇതിന്റെ പിന്നിൽ തീർച്ചയായും വളരെ വലിയൊരു അജണ്ടയുണ്ട്. ഈ ഹൈന്ദവ സംഘടനകളെ ഒന്നും അറിയില്ല. ആ ഗൂഢലക്ഷ്യമാണ് ഭക്തർ തിരിച്ചറിയേണ്ടത്. വളരെയധികം നന്ദി ശശികല ടീച്ചർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.